പുഷ്പ 2 അങ്ങനെ December 5th റിലീസാകുകയാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രൊമോഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ആ സിനിമ എങ്ങനെയാണോ വരേണ്ടത്, എന്താണോ അതിൻ്റെ ഹൈപ്പ്, അതിനനുസരിച്ച് തന്നെ വരുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ അല്ലു അർജുൻ ഇത്രയും നാൾ എടുത്ത് ചെയ്തൊരു സിനിമയാണ്. സോ എന്നെ ഭയപ്പെടുത്തുന്ന 2 കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. മീൻസ് ഈ സിനിമ റിലീസായതിന് ശേഷം സംസാരിക്കാൻ ചാൻസ് ഉള്ള 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒഫീഷ്യലി കൺഫേംഡ് അല്ല, എന്നാലും ഓൾമോസ്റ്റ് കൺഫേം ആയൊരു കാര്യമാണ് ഇതിൻ്റെ റൺ ടൈം. 3 മണിക്കൂർ 21 മിനിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കൊന്ന് ഇതിനു മുമ്പ് അനിമൽ എന്ന് പറഞ്ഞ സിനിമയാണ് വന്നത്. അതിൻ്റെ ഒരു ലെങ്ത് ഒരു പോർഷനിൽ പോലും ഒരു മിസ്റ്റേക്കായിട്ടോ അല്ലെങ്കിൽ ആരും അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. 3 മണിക്കൂറുണ്ട് അനിമൽ എന്ന് പറഞ്ഞ സിനിമ അത് പറഞ്ഞില്ല. കാര്യം അതിൻ്റെ ഒരു കഥ പറച്ചിൽ രീതിയും കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയാണത് വന്നത്. പക്ഷേ ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൺസേൺ പാർട്ടാണ് എന്നെ സംബന്ധിച്ച്. കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമയിലെ എന്താ പറയുക, അതിൻ്റെ സെക്കൻഡ് കാരണവും ഇതോട്ടൊന്ന് ക്ലബ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ പാട്ടുകൾ, ഈ സിനിമയിൽ ഓൾമോസ്റ്റ് 5 പാട്ടുകളുണ്ടെന്നാണ് ഒഫീഷ്യലി അവർ പറയുന്നത്. ഈ 5 പാട്ടുകളിൽ സിറ്റുവേഷൻ സോങ്സ് ആണെങ്കിൽ നോ പ്രോബ്ലം. കാര്യം വെച്ചാൽ ഇപ്പം KGF ആയിക്കോട്ടെ, KGF ഓൾമോസ്റ്റ് 5 പാട്ടുകളുണ്ട്. അതിൽ ഗഗനം നീ എന്ന് പറയുന്ന പാട്ടും മെഹബൂബ് ഓൾമോസ്റ്റ് അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. പക്ഷേ അത് ആരും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് അത് പറഞ്ഞില്ല. കാര്യം അത് പ്രോപ്പർലി ഒരു സിറ്റുവേഷൻ സോങ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് കഥകൾ നടക്കുന്നതായിട്ട് കാണിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അത് ഒരു മുഷിപ്പായിട്ട് തോന്നില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പാട്ടുകൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ചില സിനിമയിലുണ്ടല്ലോ നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, കട്ട് നേരെ ഒരു പാട്ട്, ഒരു സ്റ്റുഡിയോയിൽ ഒരു പാട്ട്, പിന്നെ അവർ തിരിച്ചു വരുന്നു, അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അങ്ങനത്തെ പാട്ടുകൾ എത്രത്തോളം ഒരു സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കും, എസ്പെഷ്യലി ഈ ഒരു സമയത്ത്. ഡെഫിനറ്റ്ലി അല്ലു അർജുൻ്റെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നാലും 5 പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ടാണ്. സോ ഈ ഒരു ഡ്യൂറേഷൻ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ജോണർ ഡെഫിനറ്റ്ലി ഈ ഒരു കഥയ്ക്ക് അത്രയും ഡ്യൂറേഷൻ വേണം. കാര്യം എന്ന് വെച്ചാൽ, സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഈ ഒരു സിനിമ കൺസീവ് ചെയ്ത സമയത്ത് ആദ്യം ഇതൊരു നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടൊരു ഡോക്യുമെൻ്ററി ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. പിന്നീടാണ് ഇതൊരു സിനിമയാക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഡോക്യുമെൻ്ററി പ്ലാൻ ചെയ്യുന്ന രീതിയിലല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാലും അതിൻ്റെ മെയിൻ കോർ മാറാതെ ആയിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ഡ്യൂറേഷൻ മിനിമം വേണ്ടി വരും. പക്ഷേ ഈ ഒരു പാട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ പാട്ടുകൾ തന്നെയാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എസ്പെഷ്യലി എൻ്റെ 2 പാട്ടുകൾ. ഇപ്പം ഫസ്റ്റ് പാട്ട് പുഷ്പ, മറ്റേ ചായ് സോങ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ സോങ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് പാട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ച് നമ്മളെ ബാഹുബലിയൊക്കെ കണ്ട പോലെ അങ്ങനത്തെ ഒരു പാട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇപ്പം റീസെൻ്റ്ലി വന്ന കിസിക്ക് എന്ന് പറയുന്ന പാട്ട്, അതും എന്താ പറയുക, ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, ശ്രീലീലയുടെ സ്പെഷ്യൽ അപ്പിയറൻസ് ഉള്ള പാട്ടാണ്. അത് ആ സിനിമയുടെ സിറ്റുവേഷനിൽ വരും. കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടിൽ സമന്തയുടെ ആ ഒരു പാട്ട് വരുന്നത് നമുക്കറിയാം. ആ ഒരു സിൻഡിക്കേറ്റിൻ്റെ പാർട്ട് നടക്കുന്നതായിട്ടാണ് ആ ഒരു പാട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലും ഡെഫിനറ്റ്ലി അത് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അവർ എന്താണോ ഫസ്റ്റ് പാർട്ടിലുള്ള ആ ഒരു കഥ, അതിനകത്ത് അവർ സിൻഡിക്കേറ്റിന് കൊടുക്കുന്ന പാർട്ടിയിലാണ് ഈ ഒരു ഡാൻസ് വരുന്നത്. സോ ഇത് നമുക്ക് പ്രോപ്പർലി അവർ പ്ലേസ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ ബാക്കി വന്നിരിക്കുന്നില്ല. കണ്ടാലോ എന്നുള്ള പാട്ടായിക്കോട്ടെ, ഇനി റിലീസാകാൻ പോകുന്ന ഫീലിംഗ് എന്ന് പറയുന്ന പാട്ടൊക്കെ എന്ന് വെച്ചാൽ പ്യുവർലി ഒരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ആ ഒരു ദേവരയിലൊക്കെ നമ്മൾ കണ്ട പോലെ ടോട്ടലി കഥ നടക്കുന്നിടത്തൊന്ന് മാറി ഒരു ഡ്രീം സീക്വൻസിലോട്ട് പോകുന്നു, അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നു. അങ്ങനത്തെ പാട്ടുകൾ എപ്പോഴും സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ, ഇത് നാളെ എന്തായാലും സിനിമ റിലീസ് ആയതിന് ശേഷം ഒരു റിവ്യൂ, ഇത്രയും വലിയ പടമായതുകൊണ്ട് അതിന് വലിയ രീതിയിലുള്ള റിവ്യൂസ് വരും. സോ അന്നേരമൊക്കെ ഒരു പരാമർശമായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഒരു സ്പീഡ് ബ്രേക്കറായിട്ട് ഈ ഒരു പാട്ടുകൾ നിന്നു എന്നുള്ളത്. സോ ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് 2 കാര്യങ്ങൾ. ഈ രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. റൺ ടൈം എന്ന് പറയുന്നത് അനാവശ്യ സീനുകളില്ലാതെ കറക്റ്റായിട്ട് കഥ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ 3 അല്ല 4 മണിക്കൂറാണ് ആൾക്കാരിരുന്ന് കാണും. പക്ഷേ ഈ ഒരു സ്പീഡ് ബ്രേക്കേഴ്സ് വരുമ്പോഴാണ് എല്ലാവരും ആൾക്കാരത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഒരു റീസൺ ഈ ഒരു പാട്ടുകളാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെന്താ പറയുക, വേറൊരു സോഴ്സ്, സിനിമ പ്രവർത്തകർ പറയുന്നത് ഇതിൻ്റെ എല്ലാ ഒരു 10 മിനിറ്റിൽ 15 മിനിറ്റിൽ ഇതിനൊരു അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു സീനുണ്ടാവും. സോ ഒരു ഡ്യൂറേഷൻ ഒരു പ്രശ്നമായി നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സിനിമയുടെ എന്താ പറയുക, സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടറിനെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം കഥ പറയുന്ന ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നമുക്ക് മറന്നു പോകാൻ പാടില്ല. എന്നാൽ പോലെയും എന്താണ് പറയുക, എനിക്ക് ഈ പടം ഇത്രയും വലിയൊരു പടം വരുന്നതുകൊണ്ടാണ് അതിൻ്റെ
ഇങ്ങനെ ഭയങ്കരമായ ഒരു സില്ലി റീസൺ, ഒരു പാട്ടുകളും അല്ലെങ്കിൽ അനാവശ്യ ഒരു സീനുകൾ ഈ സിനിമയിലേക്ക് വരുന്നത് കാരണം ഈ സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എഡിറ്റേഴ്സിനെ വിളിക്കും ഇത് കട്ട് ചെയ്ത് കളയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പോലും സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഈ ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങളിൽ എത്ര പേര് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്? കമൻറ്റ് ചെയ്യുക.